ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളൊരു കറന്റ് ട്രൂ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ഫീലിങ്സ് എന്താണ്? അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അങ്ങനെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റിംഗ് ഗോ ആണ് വന്നിരിക്കുന്നത്. കംപ്ലീഷൻ, innocence, moment to moment, aloneness, morality, success, fighting, turning in, patience, integration, thunderbolt, abundance, change, nothingness, politics, comparison, trust, the creator, playfulness വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ എടുക്കാം. ദ ഫൂൾ എനർജി ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അഡ്വഞ്ചർ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ലെറ്റ് ഇൻ ഗോ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോയിരിക്കുന്നു. ഇത് വേണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റിംഗ് നടന്നിരുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫൈറ്റിംഗ് നടക്കാൻ കാരണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തി സാന്നിധ്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെയുള്ള വാക്ക് തർക്കങ്ങൾ കൊണ്ടിട്ടായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം നിങ്ങളുടെ ബന്ധത്തിൽ നടന്നിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റ്, വാക്ക് തർക്കങ്ങൾ, അതുപോലെ തന്നെ ഒരു സൈലൻസ് ഒക്കെ കുറച്ച് നാളുകളോളം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കാം പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ മാറിപ്പോയ സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും കുറച്ചധികം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അവരുടെ മെന്റാലിറ്റിയിലൊക്കെ ഒരു മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നത്. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾ ഒരു സൈലന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഇവരോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു മനോവിഷമത്തിൽ, ആ ഒരു വേദനയിൽ നിങ്ങൾ നിന്ന ഒരു അവസ്ഥയായിരിക്കാം.
അങ്ങനെ നിന്ന സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ഇനി ഇതെന്തായാലും താല്പര്യമില്ല എന്നുള്ള രീതിക്ക് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ മാറിപ്പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് ആയിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ? അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഓർക്കുവാണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു അവർ ലെറ്റ് ഗോ ചെയ്ത് പോയിരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഓരോ നിമിഷവും മൊമെന്റ് ടു മൊമെന്റ് ആണ് നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവർ വലിയ ഗമയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ട നിങ്ങളെ ഇനി ഒരിക്കലും മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് പോകില്ല എന്നുള്ള രീതിക്ക് വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ ഇട്ടിട്ട് ഫൈറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഓരോ നിമിഷവും അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ് എല്ലാം കയറി കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രല്ല അവരിപ്പോ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. എന്തിന്റെ പേരിലാണ് പോയത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവര് തീർത്തും ഒറ്റക്കാണ്. കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ. സാഹസികമായിട്ടുള്ള ഒരു യാത്രയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ജീവിത യാത്രയിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല സത്യങ്ങളും അവരുടെ മുന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കൂടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് ഇവര് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന കുറേയധികം സന്ദർഭങ്ങൾ ഉണ്ടായി കാണും. എന്നാൽ ഇപ്പോ അവർക്ക് ആ ഒരു സത്യങ്ങളെല്ലാം വെളിപ്പെടുകയാണ് അവരുടെ മുന്നിലേക്ക്. അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് റിലേഷൻഷിപ്പിൽ. ആ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് ഇതിൽ അകപ്പെട്ടിരിക്കുന്നതും സത്യമായ കാര്യങ്ങളല്ല ധരിച്ചു വെച്ചിരുന്നത് എന്നൊരു തിരിച്ചറിവൊക്കെ അവർക്ക് വരികയാണ്. അപ്പൊ ഓൾറെഡി അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ മറക്കാൻ സാധിക്കാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങളും കൂടെ മുന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർത്തും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ തളർന്ന ഒരു അവസ്ഥയിൽ തന്നെ ഇവരെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ അലോൺലെസ് ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നതും അഡ്വഞ്ചർ തന്നെയാണ്. അതായത് സാഹസികമായ ഒരു യാത്ര, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു എത്തും പിടിയില്ലാത്തൊരു അവസ്ഥ. എങ്കിലും മനസ്സിന്റെ ആ ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ അവർക്കെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വെളിപാട് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഉൾവിളി അവരുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവരായിട്ടാണ് ഇതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് ആ ഒരു പോർഷനുമായിട്ട് പോയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തന്നെ ആയതുകൊണ്ടിട്ട് ആ ഒരു പോർഷൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നും ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണമെന്നും അതിന് ആ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭംഗി മുന്നോട്ടേക്ക് നിലനിർത്തണം എന്നും ഇവർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അതും വളരെ പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി തന്നെയാണ് ചിന്തിക്കുന്നത്. ഹോപ്പ് വെച്ചിട്ടാണ് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും. പഴയതിനേക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിന്റെ ഒരു സക്സസ് തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം താൻ ഇതിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ താൻ തന്നെ മുൻകൈ എടുത്തിട്ട് ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സോൾ ബോണ്ടിങ് ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ ലെറ്റ് ഗോ ചെയ്ത് പോയെങ്കിൽ പോലും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ പൊളിറ്റിക്സ് വന്നത് കൊണ്ടിട്ട് ഇവർ ചിലപ്പോൾ പുറത്തൊന്നും അത് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും കാണുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. ചിലവരുടെ കേസിൽ കാണുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കില്ലാന്ന്. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവർക്ക് അതായത് നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. ഇവർക്ക് നിങ്ങളെ കുറിച്ചും അന്വേഷിക്കാനൊക്കെ ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ മറ്റൊരു മുഖമിട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നിടാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യമില്ല. ഇവരായിട്ട് തന്നെ ഇതിനെ സോൾവ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കളിതമാശയുള്ള രീതിക്കൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചൊരു സീരിയസ്നെസ് ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ലൈഫ് വേണം. ചിലപ്പോൾ നിങ്ങൾ ഒരു ലവേഴ്സ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. സീരിയസ് ആയിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് രീതിയിലുള്ളതാണ്, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ ആയിരിക്കാം. അപ്പൊ ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു കളിതമാശ എന്നുള്ള രീതിക്ക് വിട്ടിട്ട് കുറച്ചൊരു സീരിയസ്നെസ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ എടുക്കണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യൻസ് ഒക്കെ കൈ വന്നിട്ടുണ്ട്. കാരണം തന്നെ എടുത്തുചാട്ടം കൊണ്ടാണ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് ബ്രേക്ക് ആയി പോയിരിക്കുന്നത്. കാരണം സത്യങ്ങൾ പലതും വെളിപ്പെട്ടപ്പോൾ മുന്നിലേക്ക് വന്ന തെളിവ് സഹിതം
ആ ഒരു മുന്നിലേക്ക് എത്തിയപ്പോഴേക്കുമാണ് അവർക്ക് മനസ്സിലായത് അവരുടെ എടുത്തുചാട്ടവും ഒരു പ്രശ്നം തന്നെയാണ്. കാര്യങ്ങളെ സംയമനപൂർവ്വം മുന്നോട്ടേക്ക് കാണുകയും അതനുസരിച്ച് ഇടപെടുകയും ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് പോവുകയില്ലായിരുന്നു. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വരികയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു പേഷ്യൻസ് കൈവരുത്തണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് താൻ തന്നെ മാറണം, എല്ലാ കാര്യങ്ങളെയും ഒന്ന് മിതത്വത്തോടു കൂടി പരിപാലിക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ടേണിംഗ് ഇൻ ആണ്, അവരുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിട്ടാണ് അവർ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചത് തന്നെ കുറച്ച് കാര്യങ്ങളിൽ മാറ്റാനുള്ള ഒരു വഴിയാണ്. ഈ ഒരു രീതിയിലേക്ക് അവരിപ്പോ മനസ്സുകൊണ്ട് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് മാനസികപരമായിട്ട് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. പുറമെ ഒരു ഫൈറ്റിംഗ് എനർജി എന്നുള്ള രീതിക്കൊക്കെ കാണിച്ച് ഒരു മറ്റൊരു മുഖമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഉള്ളുകൊണ്ടിട്ട് മനസ്സ് നൊന്ത് വേദനിക്കുന്ന ഒരു അവസ്ഥ തന്നെ കാണാം. ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ആ ഒരു ചിന്തിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും സ്വയം അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട് ട്ടോ ഇവിടെ. അപ്പൊ അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു സ്വാർത്ഥതാ മനോഭാവമോ എടുത്തുചാട്ടമോ മുൻകോപമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സ്വയം തയ്യാറായി കഴിഞ്ഞു. കാരണം ഇന്റഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിലനിർത്തണം. തന്റെ ഭാഗത്ത് നിന്ന് ഇടേണ്ട എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരണം. അതിലൂടെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഈ ഒരു രീതിയിൽ തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ഇപ്പൊ ചിന്തിക്കുന്നത്. അവരുടെ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു അബണ്ടൻസ് ആണ്. നിങ്ങളോട് ഒരുപാട് പ്രണയം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഘടന കൊണ്ടുവരണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കിടയിൽ ഒരുമിക്കാനായിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്നും അതിലൂടെ ഇതിനൊരു കമ്മിറ്റ്മെന്റ് നൽകണമെന്നും ഒരു വസന്തകാലം പോലെ ഒരു ഫ്ലവറിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിനെ എല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ആ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഭയം, ട്രസ്റ്റ് ഇഷ്യൂസ് വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയം നിഴലിച്ച് മനസ്സിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ പരസ്പരം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും ഇതിൽ കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അവർ. അതുപോലെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സ്വയം ചേഞ്ച് ആകാനായിട്ട് തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുടെ ക്യാരക്ടറിൽ തന്നെ ആദ്യം കുറച്ചധികം ചേഞ്ചസ് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളിലേക്ക് വരിക, അതുപോലെ നിങ്ങളോട് സംസാരിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് മാറാനുള്ള ഈ ഒരു സമയം അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ അവർ കൂടുതലായിട്ടും ഇത് കാണിക്കാത്തത്. ഒന്ന് എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ അടുത്തേക്ക് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടും, രണ്ട് എന്ന് പറയുന്നത് അവർക്ക് സ്വയം ചേഞ്ച് ആവണം. അവരോട് ചേഞ്ച് ആവാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് തന്നെ അവരിൽ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഒരു സ്വഭാവം ഇനിയും അവർ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയും ബന്ധത്തിനെ വിള്ളൽ വീഴ്ത്തും. അപ്പൊ അതുകൊണ്ട് സ്വയം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്ന് സ്വയം ഒന്ന് ഹീലായി സ്വന്തം ക്യാരക്ടറിൽ തന്നെ നല്ല ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു പുതിയ തുടക്കവുമായിട്ട് വരണം. അതിന് ഇനിയിപ്പോ ആരൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെ ഒന്നും തന്നെ തന്റെ വഴിയിൽ ഒരു ബാധ്യതയായിട്ട് നിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് എല്ലാം മാറ്റി തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പാരിസൺ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ ഈ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മറ്റു പല വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുമുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഇവർ നേരത്തെയും ചെയ്ത പ്രശ്നങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവർ ഇപ്പോൾ കമ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഈ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അത്ര ഒരു കെയറിങ്ങോ സപ്പോർട്ടോ കൊടുക്കാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പോലും ഇവർ തിരിച്ചറിയുന്നത് കൊണ്ടിട്ട് തന്നെയാണ് എന്ത് തടസ്സം വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് വരണം എന്നുള്ളത് ചിന്തിക്കുന്നത്. അതുപോലെ ഇവിടെ കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പല വ്യക്തികളും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല വ്യക്തികൾ എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ അടുത്തുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പിനാണെന്നുണ്ടെങ്കിലും അല്ല ഇവരെ പ്രപ്പോസൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും ആരൊക്കെ വരുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും ഇവർ എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തന്നെയാണ്. നിങ്ങളെ നേടുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു സ്നേഹം
നിങ്ങളിലേക്ക് മാത്രം പകുത്ത് നൽകാൻ മാത്രമേ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ ഒരു വിജയം തന്നെയാണ് തന്റെ ജീവിതത്തിലേക്ക് വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇവർ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വിള്ളലാണ് പ്രശ്നത്തിൽ എന്നുണ്ടെങ്കിൽ ഇനി ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത കൈവന്നിരിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഒരു പുറമേയുള്ള ഒരു ഔട്ട്സൈഡർ ആയിട്ട് കാണാനായിട്ട് ഇവർ പഠിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചേഞ്ച് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അല്ല ഒരു പഴയ ക്യാരക്ടറിൽ തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യവുമല്ല. വീണ്ടും പ്രശ്നങ്ങൾ വരും, വീണ്ടും നിങ്ങൾക്കിടയിൽ വിള്ളൽ സംഭവിക്കും. ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ 100% ഈ ഒരു വ്യക്തിയെ തന്നെ ഇട്ടിട്ട് പോയാലോ എന്നൊരു ചിന്തയും ഇവരുടെ ഉള്ളിലുണ്ട്. ഇനി നിങ്ങളുടെ ബന്ധത്തിൽ അർഹമായ സ്നേഹം തന്നെ നൽകണമെന്നും അതിലൂടെ ഈ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നും അതിന്റെ ഒരു വിജയം തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കണമെന്നും അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയണമെന്നും ഇവർ ആഗ്രഹിക്കുകയാണ്. റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു റീബർത്ത് തന്നെയാണ് മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുകയാണ്. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തരിക. മറ്റൊരു സ്ഥലത്തേക്കും അതിന് പകുത്ത് പോകരുത് എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിനെ എല്ലാം പരിഹരിക്കാനായിട്ട് തന്റെ ചേഞ്ച് താൻ സ്വയം മാറുക എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ആ ഒരു അത്യാവശ്യമായുള്ള ഘടകം ഇതിൽ വന്നാൽ മാത്രമാണ് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം തുറന്ന് പറയാനും നിങ്ങളോട് തുറന്ന് സംസാരിക്കാനും എല്ലാം ഇവർ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രിയേറ്റർ ആണ്. ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനുള്ള ഒരു മനസ്സ് അത് ഇവരിപ്പോ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇവരൊരു എടുത്തുചാട്ടക്കാരായത് കൊണ്ടിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ ഒരു ടൈം എടുക്കുന്നത്. ഇനിയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വീണ്ടും ഇവരൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് നിങ്ങളോട് പ്രതികരിക്കുകയല്ല വേണ്ടത്. ബന്ധത്തിന്റെ നിലനിൽപ്പും ആ ഒരു പഴയ രീതിയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്റെ എടുത്തുചാട്ടം ഇതിനകത്ത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരിക. ഈ ഒരു രീതിയിൽ ഇവർ ചിന്തിക്കുകയും അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിലെല്ലാം ഒരു പശ്ചാത്താപം തോന്നുന്ന എനർജി കൂടെ ഇവരിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ആ ഒരു സ്നേഹം പരസ്പരം കൈമാറാനും നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിക്കും സറണ്ടർ ആകാനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വിരഹ ദുഃഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് മാനസികപരമായിട്ട് ഭയങ്കരമായിട്ടൊരു വേദന ഉളവാക്കുന്നുണ്ട്. മനസ്സ് ഭയങ്കരമായിട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ കാരണം സ്വന്തം കയ്യിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു person കൂടുതലായിട്ടും സ്വയം മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ direct നിങ്ങളിലേക്ക് വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റായത് കൊണ്ടിട്ടാണ് ഇവർ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ adventure വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇവരൊരു സാഹസികമായ യാത്ര എന്ന് പറയുമ്പോൾ ആരെയും അടുപ്പിക്കാതെ നിർത്തിയിരിക്കുന്നു. ജീവിതത്തിൽ ആരെയും അടുപ്പിക്കുന്നില്ല. ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനിയും മുന്നോട്ടേക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കും. ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന അതിന്റെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ഇതിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അത്രത്തോളം നിങ്ങളിലേക്ക് വളരെ അട്രാക്ഷൻ അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 27 ജൂലൈ എന്നൊരു മന്ത്, മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, നവംബർ മന്ത് വന്നിട്ടുണ്ട്, 3 എന്നൊരു ലെറ്റർ നമ്പർ, V എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 1982 ലിയോ സോഡിയാക് സൈൻ ആണ്, 36 H എന്നൊരു ലെറ്റർ, UAE ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പുറത്തുള്ളവരായിരിക്കാം. മലപ്പുറം, M എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ആയില്യം, O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 30
എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. M again വന്നിട്ടുണ്ട്. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ, രോഹിണി, ആലപ്പുഴ, G എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് എന്നൊരു മന്ത്, 19, P എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.